കാണിച്ചു തരാം, കുട്ടികൾ ശ്രദ്ധിക്കൂ. ഓക്കെ, ഇൻഹേൽ ചെയ്യുമ്പോൾ കൈ മുറുക്കി പിടിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇൻഹേൽ ചെയ്യുക, അകത്തേക്ക് ശ്വസിക്കുക. എക്സേൽ ചെയ്തിട്ട് നമ്മൾ ചിരിക്കുന്നു. ഓക്കെ, റെഡി? കൈ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ചിരിക്കുകയാണ്. താഴോട്ടോ മുകളിലോട്ടോ കഴിയും. ഓക്കെ ഓക്കെ, ഇൻഹേൽ. Once more, inhale. Once more, inhale. കൊലച്ചിരി ഇരിക്കരുത്. എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കണം അല്ലേ? അപ്പൊ കറക്റ്റ് വലിയ കയ്യിലെടുത്തോളൂ. താങ്ക് യു, താങ്ക് യു. എനിക്ക് 2 മൈക്കൊക്കെ ഉണ്ടല്ലോ, ഒരു മൈക്കോളുണ്ട്. അപ്പൊ ഇവിടുത്തെ ഏതായാലും ഞാന് നമ്മളെ ബ്രെയിൻ ക്ലീനിങ് തന്നെ ആയിക്കോട്ടെ അല്ലേ? ഞാൻ അറ്റൻഡ് ചെയ്തില്ല, എന്നാലും നോക്കാം. സിപ്പ് ഓപ്പൺ ചെയ്തിട്ട് ബ്രെയിൻ പോളിഷിംഗ് ആയി. ബ്രെയിന് തിരിച്ച് ഫിക്സ് ചെയ്തു. ഓക്കെ, അല്ല ഇതിനുള്ളില് കത്തി മറന്നു പോയിട്ടോ. ഞാനത് കണ്ടീനല്ലോ. പക്ഷേ അതാണ് ആട്ട്, അരിയാട്ട് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, ഗ്രൈൻഡിങ്. അപ്പം ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞ് അറിയാലോ, ശ്വാസം വലിച്ചുകൊണ്ട് ക്യാമറ ഡാൻസ്. ശ്വാസം വലിക്കുക, എന്നിട്ട് പെട്ടെന്ന് സ്റ്റില്ലാകാം, പൊട്ടിച്ചിരിക്കുക, ഫ്രീസ് ആകുക. ഇങ്ങനെ ഒരു 3 തവണ കറങ്ങി കഴിയുമ്പോൾ പെട്ടെന്ന് ഫ്രീസ് ആവുക, എന്നിട്ട് ശ്വാസം പെട്ടെന്ന് വിടുക കേട്ടോ. അപ്പം നമ്മുടെ ഈ യോഗ പ്ലസ് എന്താണ് ബ്രീത്തിങ്, അതാണല്ലോ. അപ്പോൾ ഇത് ആട്ടുമ്പോഴും ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വലിച്ചു വലിച്ച് എടുത്തുകൊണ്ട് വരിക. ഒന്ന് തുടങ്ങിയാലോ? അപ്പോൾ ഈ ആട്ടിയ പവർ നമ്മളിങ്ങനെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് റിലീസ് ചെയ്യുക. അപ്പം അതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഈ നടുവിന് നല്ല ഫ്ലെക്സിബിലിറ്റി വരും, നല്ലൊരു സൂപ്പറായിരിക്കും. ഓക്കെ, അടച്ചിട്ടും തുറന്നിട്ടും ജീവിക്കുന്നേ വേണം, അപ്പൊ കുഴപ്പമില്ല. സിപ്പില്ല. രണ്ട് സ്ഥലം ചിരിക്കും. നമ്മൾ എവിടെ സിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്ന രണ്ട് സിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാൻ ഇവിടെ പഠിപ്പിച്ച ഒരു സിപ്പേ ഉള്ളതാണ് ഞാൻ. ഇവിടെ പറയാത്തൊരു ലാഫാണ് ചൈൽഡ് ലാഫ്. കുട്ടികൾ നിഷ്കളങ്കരാണ്. അപ്പോൾ അവരുടെ ആ നിഷ്കളങ്കത്വം, അവർ പെട്ടെന്ന് കൈ കടിച്ച് പെട്ടെന്ന് ആ ഒരു ഇമോഷൻ, അത് മാത്രം. അപ്പോൾ റെഡി? ഈ വൺസ് മോർ 3 പ്രാവശ്യം പറയുന്നത്. ഓക്കെ, താങ്ക് യു. 50, അതായത് സാങ്കല്പിക കസേരയിലിരിക്കുന്നത് സങ്കല്പിക്കുക. അങ്ങനെ വരണം. നമ്മൾ ഹനുമാൻ മരുത്വാമല എടുക്കുന്നതാണെന്ന് വിചാരിക്കുക. അത്രയും പവർഫുള്ളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഫുൾ ബോഡിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടും. ഓക്കെ,
റിപ്പീറ്റ്. ലാസ്റ്റ്. Oh my God. മുംതാസ് എന്ന വാക്കിന്റെ അർത്ഥം പുഞ്ചിരിക്കുട്ടി ഇത് എവിടെ ഇടുന്നേ? വെരി ഗുഡ്. ഡോക്ടർ എല്ലാവർക്കും കുത്തി കൊടുത്തേ, ഡോക്ടർ കുത്തി കൊടുത്തേ. എനിക്കിപ്പോ ഉറക്കം വന്ന് കോട്ട് വായിടുന്നുണ്ടായിരുന്നു. അപ്പം അത് കളയാൻ വേണ്ടിട്ട് ഒരു ലോഫർ ചെയ്യാം. അപ്പൊ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം വായി തുറന്ന് ഫുള്ള് ശ്വാസം എടുക്കും, കുറച്ച് സമയം ബ്ലോക്ക് ചെയ്യും, അതിനുശേഷം നല്ല ചിരി. ഒന്നുമില്ല, നമുക്ക് മൊബൈൽ എഫക്റ്റ്. എന്ത് സൗണ്ട് വരില്ല. വേണോ? നിൽക്കുന്നുണ്ടില്ല ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ആസ്വദിച്ചുള്ളൊരു ലാഫ് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ആ ഫുഡൊക്കെ നമുക്ക് വളരെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ലാഫാണ്. അപ്പൊ ആദ്യം എല്ലാ ശ്വാസവും എടുക്കുക, വയറൊക്കെ ഒന്ന് തടവി. ഭക്ഷണം അത്ര ഇഷ്ടപ്പെട്ട സന്തോഷത്തുള്ള ലാഫാണ്. ഇത് ഗർഭിണികളായവർ കുട്ടികളെ ഓമനത്തോടെ ചിന്തിക്കാനും ഇരിക്കാം. നമ്മൾ ആൺകുട്ടികൾക്ക് ഗർഭമില്ലാത്തതുകൊണ്ട് നമ്മൾ ഫുഡ് വയറ് നിറഞ്ഞ ആ സന്തോഷത്തിൽ നമുക്ക് ചെയ്യിക്കാം. അപ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികൾക്കുമായി. ജനറേറ്റർ വേണ്ടേ? ഒരു ചാവി എടുക്കുന്ന ലാഫർ കാണിക്കട്ടെ. നമ്മൾ കാറിന് ചാവി കൊടുക്കുന്ന ലാഫർ. ഓക്കെ, ചാവി കൊടുക്കാൻ പോണേ. ഏത് വേണമെങ്കിലും പറയാം. ഞാനപ്പോൾ ഇന്നാ പറയണേ. അപ്പം നമുക്ക് ഇവിടെ ഒരു സ്ട്രെച്ചിങ് വരുന്നത് ഈ കാലിൻ്റെ ഉപ്പിറ്റൊന്ന് പൊന്തിക്കണം. ഇങ്ങനെ ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ഒരു 6 പ്രാവശ്യം. ഞാൻ അതുപോലെ ഇങ്ങനെ ഒരു 6 പ്രാവശ്യം. അങ്ങനെ ഓരോ അക്ഷരങ്ങളും നമുക്ക് പറയാം. Okay, thank you. Clapping. Thank you. അല്ല, ഇത്രയും നന്നായിട്ട് യോഗയ്ക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും അപ്രീസിയേഷൻ ലാഫ്റ്റർ.
ഇത്ര നേരം ഉണ്ടല്ലോ, ഇപ്പൊ ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ലേ? നേരെ ഓപ്പോസിറ്റ് ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയ, പ്രത്യേകിച്ച് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട്, ആർഗ്യുമെന്റ് ലാഫർ. ഓക്കെ, താങ്ക് യു. ഇപ്പം എല്ലാ ലാഫിങ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ച ലാഫിങ് ഒക്കെ ഇപ്പോൾ ചെയ്തു. അപ്പോൾ ഞാൻ ഇപ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കും. അപ്പൊ ഡോക്ടറെ തന്നെ കുത്താന്ന് വിചാരിച്ചു. സിംഗിങ് ലാഫാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. സിംഗിങ്. ഞാൻ ചെയ്യുന്ന ലോട്ടസ് ലാഫ്റ്റർ. എങ്ങനെ? കാര്യം പറയാനുണ്ട്. രാവിലെ എല്ലാവരും തിരക്കാനെ കൊണ്ടാണ് അത് പറയാൻ പറ്റാതിരുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഈ മൈൻഡ് പവർ ട്രെയിനിങ് ക്ലാസ് കഴിഞ്ഞവർക്ക്, ഇപ്പോൾ ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്. അപ്പോൾ ഈ ക്ലാസ്സിലൊക്കെ ക്ലാസ് അവസാനിച്ച് കഴിഞ്ഞാൽ ഒരു ഡാൻസ് എല്ലാം കളിക്കാൻ പറയുമ്പോൾ ചിലർക്ക് ഞാൻ ഓരോരുത്തരും ഏതൊക്കെ ചെയ്യാൻ നോക്കിയാണ്. ഞാൻ ആരും ചെയ്യാത്ത ഇലക്ട്രിക് ഷോക്ക് അല്ലേ? അപ്പം ഞാൻ ബേസിക്കലി ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതാണ് ഷൈ ലാഫ്റ്റർ. ഞാൻ പണ്ട് ഭയങ്കര ഷൈ ആയിരുന്നു, ഇപ്പോഴും അത്യാവശ്യം അതെ. സത്യം അതെ. പല്ലില്ലാതെ പല്ലുള്ള എക്സർസൈസ്. ഇത് പല്ലുള്ളതാ. ഓക്കെ, വേറെ അറിവാണ്. അപ്പോൾ റൈസ് മില്ല് ഗോതമ്പ് എടുത്ത് പോകുമ്പോൾ ഒരു പൾവറൈസർ വെച്ചിട്ട് ഗോതമ്പ് പൊടിക്കുകയാണ്. അഞ്ച് മിനിറ്റ്